ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷോപ്പിംഗ് വ്ളോഗാണ്. എൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്, എല്ലാവരും ക്ഷമിക്കണേ. ഞാനും അമ്മയും കൂടെയാണ് ഇന്നത്തെ ഷോപ്പിങ്ങിനായിട്ട് പോയത്. ഞങ്ങൾ ഫസ്റ്റ് പോയത് പരാഗ് ഫാഷൻ തൃപ്രയാറിലോട്ടാണ്. എനിക്ക് ഓഫീസിൽ ഓണം സെലിബ്രേഷൻ വരുന്നുണ്ട്, അപ്പോൾ അതിനൊരു ബ്ലൗസ് മെറ്റീരിയൽ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാനും അമ്മയും പോയത്. ഞങ്ങൾ കുറേ അന്വേഷിച്ച് അവസാനം ഈ ചേച്ചി ഞങ്ങൾക്ക് ഈ ഗ്രീൻ മെറ്റീരിയൽ എടുത്തു തന്നു. എനിക്കും അമ്മയ്ക്കും അത് ഒരുപാട് ഇഷ്ടമായി, അപ്പോൾ ഞങ്ങളത് വാങ്ങാമെന്ന് ഫിക്സ് ചെയ്തു. ഞങ്ങൾ അതിന് മാച്ച് ആയിട്ടുള്ള ലൈനിങ്ങും കൂടെ അവിടെ നിന്ന് തന്നെ വാങ്ങി അവിടെ ബില്ല് ചെയ്ത് ഇറങ്ങി. ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് അമ്മയ്ക്കൊരു വൈറ്റ് ടോപ്പും ഒരു റെഡ് പാൻറ്റും ഷോളും വാങ്ങണമായിരുന്നു. നാളെ ഒരു പരിപാടി ഉണ്ട്, അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ പോയത് അടുത്തുള്ള അർച്ചന സ്റ്റോഴ്സിലാണ്. അവിടെ നിന്ന് ഈ റെഡ് പാൻറ്റും ഷോളും കിട്ടി, പക്ഷേ വൈറ്റ് ടോപ്പ് കിട്ടിയില്ല. ഈ റെഡ് കളർ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പൊതുവേ ഇഷ്ടമില്ല, പക്ഷേ ഡ്രസ് കോഡ് നിർബന്ധമായതുകൊണ്ട് മാത്രമാണ് അമ്മ അത് വാങ്ങണത്. അങ്ങനെ ഇനി വൈറ്റ് ടോപ്പിനായിട്ട് ഞങ്ങൾ വാടാൻപള്ളിയിൽ ഷോപ്പിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ വാടാൻപള്ളിക്കുള്ള ബസ് കയറാൻ വെയിറ്റ് ചെയ്യുകയാണ് ഞാനും അമ്മയും ഒരുപാട് എൻജോയ് ചെയ്യണ മൊമെൻറ്റ്സാണ് ഈ ഷോപ്പ് ചെയ്യണ മൊമെൻറ്റ്സ് എന്ന് പറയുന്നത്. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഷോപ്പ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. ആ ടൈമിലാണ് ഞാനും അമ്മയും ഏറ്റവും കൂടുതൽ സംസാരിക്കണതെന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വാടാൻപള്ളി ഒരു ഷോപ്പിലെത്തി. അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട വൈറ്റ് ടോപ്പൊക്കെ വാങ്ങി. പക്ഷേ അത് കുറച്ച് ലൂസായിരുന്നു, അപ്പോൾ അത് ഓൾട്ടർ ചെയ്യണമായിരുന്നു. അപ്പോൾ ഞങ്ങളത് ബില്ല് ചെയ്തിറങ്ങി അടുത്തുള്ള ഒരു ഷോപ്പിൽ പോയി അത് ഓൾട്ടർ ചെയ്യാൻ തീരുമാനിച്ചു. ആ ചേച്ചി അപ്പം തന്നെ ഓൾട്ടർ ചെയ്ത് തരാമെന്നും പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഹാപ്പിയായി, കാരണം നാളെയാണ് പരിപാടി. ഇനി ഓൾട്ടർ ചെയ്യാൻ കൊടുത്ത് വാങ്ങാനൊന്നും നേരമില്ലായിരുന്നു. അപ്പം ഞങ്ങളങ്ങനെ ഓൾട്ടർ ചെയ്ത് ഇറങ്ങി, വാടാൻപള്ളിയിൽ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾക്ക് അഞ്ചാങ്കലിലോട്ട് ബസ് കയറണമായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഞാൻ എന്തൊക്കെയോ അമ്മയോട് സംസാരിക്കുന്നുണ്ട്, പക്ഷേ എന്താണെന്നൊന്നും എനിക്കിപ്പോൾ ഒരു ഓർമ്മയില്ല. അങ്ങനെ അഞ്ചാങ്കലിലോട്ടുള്ള ബസ് കയറി ഞങ്ങൾ അഞ്ചാങ്കലിലെത്തി. അങ്ങനെ വീട്ടിലേക്ക് പോണ വഴി നന്ദമ്മയ്ക്ക് കുറച്ച് സ്നാക്സൊക്കെ ഇവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങി. അതിനുശേഷം ഞങ്ങളിനി പോയത് പുളിക്കക്കടവ് പാലത്തിലോട്ടാണ്. പുളിക്കക്കടവ് പാലത്തിൻ്റെ അവിടെ വലിയ വെയിലും മഴയും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിച്ച് കുറച്ച് നേരം ഞങ്ങളങ്ങനെ ടൈം സ്പെൻഡ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞു ഷോപ്പിംഗ് വ്ളോഗ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു, ബായ്.